ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ലെവൽ ക്രോസ് സിനിമ കാണാൻ വേണ്ടി സ്ക്രീൻ 2-ലാണ് കേട്ടോ. ലെവൽ ക്രോസ്, ആസിഫ് അലി, അമല പോള്, സൈഫുദ്ദീൻ അല്ല ഷറഫുദ്ദീൻ. സീറ്റ് G78. മഞ്ഞ ഒഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി പഞ്ചറായി ഗൈസ്. ഓട്ട പിടിച്ചാണ് ഇവിടെ എത്തിയത്. ലെവൽ ക്രോസ് എന്നുള്ള സിനിമ കണ്ട് വീട്ടിലെത്തി. ഇന്നത്തെ 3ാമത്തെ സിനിമയായിരുന്നു. ബാക്ക് ടു ബാക്ക്. ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. എന്നിട്ടും ഞാൻ പറയണേണ്, ഞെട്ടിച്ച് കളഞ്ഞു. ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പടം ഇത്ര കിടുവായിരിക്കും എന്നുള്ളത്. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ട കൊണ്ടാണ് ഞാനിത് പോകാൻ തീരുമാനിച്ചത്. വേറെ ഏതൊരു സിനിമ കാണാൻ പോയപ്പോഴേക്കും ഇതിന്റെ ട്രെയിലർ വൈകുന്നേരത്തെ കണ്ടിട്ട് ഞാൻ അനുപേനോട് പറഞ്ഞു കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോൾ അനുപേൻ പറഞ്ഞു കൊള്ളാലോ, നമുക്കെന്നാൽ കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അമല പോളുള്ള കാരണമുള്ളതുകൊണ്ടും ആസിഫ് അലി എന്നുള്ള നടന് ഇഷ്ടമുള്ളതുകൊണ്ടുമാണ് ടിക്കറ്റ് എടുത്തത്. ഷറഫുദ്ദീൻ്റെ ഇതിന് മുന്നേ കണ്ട കുറച്ച് സിനിമകൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആസിഫ് അലിയുടെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളുണ്ട്, തീരെ പറ്റാഞ്ഞ സിനിമകളും ഉണ്ട്. പക്ഷേ എവിടെയൊക്കെ ആസിഫ് അലിയോട് ഒരു ഭയങ്കര ഇഷ്ടമുണ്ട്. ആസിഫ് അലി എന്നുള്ള നടനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അടുത്ത് ആസിഫ് അലി ചെയ്ത ആ ഒരു മെച്യൂർ ആയിട്ടുള്ള ആക്ട് മൊത്തത്തിൽ അപ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പോയി കണ്ടതാണ്. കിട്ടിയില്ല സിനിമ. ഇന്ന് എന്ത് സന്തോഷമാണെന്ന് പറയാം എനിക്ക്. രാവിലെ തൊട്ട് ഇന്ന് വരെ ഞാൻ കണ്ട എല്ലാ സിനിമയും രാവിലെ തന്നെ ഡെഡ് പൂൾ ആൻഡ് പറയും. വേറെ ലെവൽ പടം. ഫുൾ അഭിപ്രായം ഞാൻ നമ്മുടെ ചാനലിട്ടും കണ്ടു നോക്കിയാൽ മതി. ഈ വീഡിയോയുടെ താഴെ പിൻ കമന്റ് ആയിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം. അതിനുശേഷം റായൻ കണ്ട് ധനുഷ് ഡയറക്ട് ചെയ്ത പടം, അതും കിടുവായിരുന്നു. ഇത് വേറെ ലെവൽ. എനിക്ക് സത്യം പറഞ്ഞാൽ റായനേക്കാളും എനിക്ക് ഈ സിനിമ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. റായൻ നല്ല പടം തന്നെയാണ്, പക്ഷെ ഇത് എനിക്ക് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമ്പയർ ചെയ്യണല്ല, ഞാൻ ഇന്ന് കണ്ട പടങ്ങളുടെ ഒരു ഇത് വെച്ച് പറയുന്നത് ഡെഡ് പൂളാണ് ഇവിടെ നിൽക്കണത്. പക്ഷെ തൊട്ട് താഴെ തന്നെ തീർച്ചയായിട്ടും ഈ പടം ഉണ്ട് എൻ്റെ മനസ്സിൽ. കാരണം കിട്ടില്ല സിനിമാറ്റോഗ്രഫി, അതും കൂടെ പറയണം. കിഡു ഡയറക്ഷൻ. സിനിമാറ്റോഗ്രഫി ആരാ ചെയ്തതെന്ന് നോക്കട്ടെ. അപ്പു പ്രഭാകർ. അടിപൊളി സിനിമാറ്റോഗ്രാഫി ബ്രോ. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, വേറെ ലെവൽ വർക്ക് ആയിരുന്നു. ഐ ലവ്ഡ് യു വർക്ക്. കിണ്ണം കാച്ചി കുറെ വൈഡ് ആംഗിൾ ഷോട്ട്സ് ഉണ്ട്. എന്ത് രസമായിട്ട് എടുത്തു വെച്ചെങ്ങനെയെന്ന് അറിയാമോ? അത് ഒരു രക്ഷയില്ല. ഇത് എവിടെയാണോ ഷൂട്ട് ചെയ്തത്? ഒരു രക്ഷയില്ല. നമുക്ക് ആടുജീവിതത്തിൽ കണ്ട പോലത്തെ സാധനം, പക്ഷെ എന്നാൽ അങ്ങനെ ഞാൻ ഒപ്പിക്കേറ്റി വെച്ചേക്കണമെന്നല്ല. വേറെ പടം ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ നിവിൻ പോളിയുടെ ഒരു സിനിമ. അതുപോലെയല്ല ഇത് ഇവരുടേതായ ഒരു വ്യക്തിത്വം പാലിച്ചുകൊണ്ടുള്ള രീതിയിൽ ഒരു അടിപൊളി സിനിമാറ്റോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഈ ഫുള്ള് സിനിമയിൽ മൂന്ന് ആക്ടേഴ്സും ഒരു ഫേമസ് ആക്ടറിന്റെ ഒരു ഫോട്ടോ പ്രസൻസും. വേറെ ഒരൊറ്റ നടീനടന്മാരൊന്നുമില്ല. അമല പോൾ ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, ആസിഫ് അലി ഉണ്ട്. സെൻട്രൽ ക്യാരക്ടറായിട്ട് ആസിഫ് അലിയും അമല പോളുമാണ്. ഷറഫുദ്ദീൻ കുറച്ച് ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഫോട്ടോ പ്രസൻസിൽ ഒരു നടനും കൂടി ഉണ്ട്. വേറെ ആരും ഇല്ല. ബാക്കി മൊത്തം ഈ സറൗണ്ടിങ്സും ഈ സെറ്റ് ഇട്ടിരിക്കണാണോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സെറ്റാണെങ്കിൽ സമ്മതിക്കണം, കാരണം സെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. അത്ര സൂപ്പറായിട്ട് ആർട്ട് വർക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ടണലിലൂടെ നടന്നു വരുന്ന ഷോട്ട്, വൈഡ് ആംഗിൾ ഷോട്ട്, ടോപ്പ് ഹെഡ് ഷോട്ട്സ് ഒക്കെ, ഏരിയൽ ഷോട്ടൊക്കെ വേറെ ലെവൽ കിട്ടിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല അതിനകത്ത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ ബൈ അർഫാസ് അയൂബ്. ബ്രോ, ഇത് നിങ്ങളുടെ ആദ്യത്തെ സിനിമയെന്ന് മനസ്സിലായി. കാരണം നിങ്ങളത് എഴുതി കാണിച്ചത് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇങ്ങനെ എന്താണ് നിങ്ങളുടെ പേര് അർഫാസ് അയൂബ് 1 സിനിമ 1 അങ്ങനെ എന്തോ ആണ് എഴുതി കാണിച്ചത്. കറക്റ്റായിട്ട് ഓർമ്മ കിട്ടാനുള്ള അടിപൊളിയായിരുന്നു. അതുവരെ യുണീക്കായിരുന്നു. എന്തായാലും വാട്ട് എ ഗ്രേറ്റ് മൂവി മാൻ. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ബൈ റോണക് സേവിയർ. കിഡു മേക്കപ്പ്. ആകെ എനിക്ക് തോന്നിയത് ആസിഫ് അലിയുടെ ഒരു പല്ലിന്റെ ഒരു ഡിസ്കളറേഷൻ ഉണ്ട്. അത് ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയി പോയോ എന്നുള്ള ഒരു ഡൗട്ട്. കാരണം പല്ലുമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഇത്രയും ഡിസ്കളറേഷൻ വരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എൻ്റെ അറിവിൽ എനിക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ കുറച്ച് ഉണ്ട്. പിന്നെ ഒരു 2 ആക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് ഒരു പാസ്റ്റിന്റെ ഭാഗമായിട്ട്. അത് സ്പോയിലർ ആവുന്നു, അത് പറയുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. അത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസസും ആയിരുന്നു. അത് അതുപോലെ റോ ആയിട്ട് ബോൾഡായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിരുന്നു. ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. നമുക്കത് മനസ്സിലാവും. അയാളുടെ ഈ ഒരു നായകൻ, അല്ലെങ്കിൽ അതിനകത്ത് ആരാ നായകൻ ആരാ വില്ലെന്നൊക്കെ മൊത്തത്തിൽ ഈ തകിടം മറയുന്ന ടൈപ്പ് ഒരു സിനിമയാണ്.
അപ്പൊ ഒരു പർട്ടിക്കുലർ ആളോട് അയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ തോന്നി, അയാൾ പാസ്റ്റിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് അയാളിലേക്ക് റൂട്ട് ചെയ്യാൻ തോന്നത്തക്കത് വിധത്തിൽ ഇതിന്റെ ആ പഴയ കാലഘട്ടം കാണിച്ചിട്ടുണ്ട്. അയാളുടെ പാസ്റ്റ് എന്തുകൊണ്ട് അയാൾക്ക് ട്രോമറ്റൈസിങ് ആണെന്നുള്ളത് നമുക്കും ട്രോമറ്റൈസിങ് ആയിട്ട് ഫീൽ ചെയ്യും കണ്ടു കഴിയുമ്പോൾ. അതൊക്കെ സൂപ്പർ ആയിരുന്നുട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്കതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്ന് വെച്ചുകൊണ്ട് പറയണതാണ്. എനിക്കത് തോന്നിയില്ല അങ്ങനെ ഒരു ഫീലിംഗ്. അനുപ പറഞ്ഞത് അനുപയ്ക്ക് ചെറുതായിട്ട് തോന്നി എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇതൊരു സ്ലോ പോയ്സൺ രീതിയിലുള്ള പടമാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അഴിഞ്ഞു വരുന്നത് ലാസ്റ്റ് 20 മിനിറ്റ്സിലാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെല്ലിലേക്കുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാഫ് ഇതിങ്ങനെയാണ്, ഇങ്ങനെ പീക്കല്ല, ഇങ്ങനെ മെല്ലെയാണ് വരുന്നത്. അപ്പൊ നമ്മളെ ഇവിടുത്തെ ഈ ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ, അമല പോളും ആസിഫ് അലിയുടെയും ക്യാരക്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ എലമെന്റ് ഉണ്ടാക്കി തരാൻ, അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് നമ്മളിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ നായകനോ വില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും ചിന്തിക്കാൻ മാത്രമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പൊ അതിലേക്ക് എത്താൻ ഇത്തിരി സമയം എടുത്തു എന്നുള്ളതാണ് അനുഭവം പറഞ്ഞ ഒരു കാര്യം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല, കാരണം ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ട് ഈ സിനിമയിൽ അതും കണ്ണു ഓർത്തിരുന്ന് കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എടുത്തതായിട്ട് ഫീൽ ചെയ്തില്ല. അതാ ഈ കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ടൈം എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ പ്യുവർ എന്റർടൈൻമെന്റ് മാത്രം മസാല പടം സീനിൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ബോറടിച്ചേക്കാം, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ട്രെയിലർ കട്ട്സ് വിനായക് VS അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഒബിയസ്ലി ടിക്കറ്റ് എടുത്തത്. PR മഞ്ജു ഗോപിനാഥ്, ഡിജിറ്റൽ പ്രൊമോഷൻസ്, ബ്ലാക്ക് ടിക്കറ്റ്, ക്രിയേറ്റീവ് മാർക്കറ്റ്, വിനിയോജ്, മെയിൻ ആൾക്കാരൊക്കെ എവിടെയാണ്, എന്താണ് ലിറിക്സ് വിനായക് ശശികുമാർ. ഓക്കെ, ആരെ മ്യൂസിക് ചെയ്തപ്പോൾ ഇതിന് മ്യൂസിക് വരുന്ന ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിശാൽ ചന്ദ്രശേഖർ. അടിപൊളി പാട്ടുകൾ, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സട്ടിലാണ് പക്ഷെ കിട്ടുന്ന സാധനം. ബാനർ ഡയലോഗ് ആദം അയൂബ്, അർഫാസ് അയൂബ്, അപ്പൊ ബ്രദർ ആയിരിക്കും മിക്കവാറും. നല്ല ഡയലോഗ്സ് ആയിരുന്നു, സൂപ്പർ, ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. പിന്നെ ഐ ഫെൽ സോ 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 ഹാപ്പി ടു സീ ഫൈനലി ഈ ഇയറിൽ ആസിഫ് അലിക്ക് പെർഫോം ചെയ്യാൻ മാത്രമുള്ള ഒരു ക്യാരക്ടർ കിട്ടി. ആസിഫ് അലി പൊളിച്ചടിക്കുക, അത് കിട്ടില്ലനായിട്ട് പൊളിച്ചടിക്കുക. പിന്നെ ഒരു ഏരിയ, ഒരു പർട്ടിക്കുലർ ഒറ്റ ഒരു സീനിൽ എനിക്ക് അമല പോളുടെ ടുവേർഡ്സ് ദി എൻഡ് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ക്യാരക്ടർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ടൈപ്പ് ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സീൻ വന്നത്. പക്ഷെ അത് വിയേർഡ് ഇൻ ദ സെൻസ്, അതായത് ഒരു സ്മേക്കിനെസ് അങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ആ എക്സ്പ്രഷൻ കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷനിൽ അത് കുറച്ച് വിയേർഡായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നണ ഡയറക്ടർ ഇന്റൻഷനലി വിയേർഡായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ സാധനം എനിക്ക് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. അത് ഇന്റൻഷനലി ചെയ്തതാണോ, അല്ലെങ്കിൽ അമല പോൾ ആക്ട് ചെയ്തപ്പോൾ കയ്യിൽ നിന്ന് ഒരു ഇത്തിരി കൂടി പോയതാണോ, എനിക്കത് തിരിച്ചറിയാൻ പറ്റേണ്ടതില്ല. അത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ്. നമുക്ക് ഇതിൽ ഏതാണ് കൺഫ്യൂഷൻ അടിപ്പിച്ച് തരുന്ന പരിപാടി. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, പടം കിഡിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് സിനിമ കാണണം. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഒരു സിനിമ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിങ്ങിന്റെ കാര്യത്തിൽ ഈ സിനിമ കിഡിലാണ്. കാരണം ഒരു ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള വല്ലാത്തൊരു കിഡിലൻ ഒരു എൻഡിങ് ആണ്. എൻ്റെ പൊന്നെ, അത് കിഡിലൻ എൻഡിങ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ വർക്കായി, അതെനിക്ക് പറയാനുള്ളത്. എന്തായാലും ഐ ലവ് ദ മൂവി, കിഡിലൻ പടം. ഐ ഫെൽറ്റ് സോ ഹാപ്പി വാച്ചിങ് ദിസ് മൂവി, എസ്പെഷ്യലി നമ്മുടെ ആസിഫ് അലിയുടെ ആക്ടിങ്. അച്ഛനെ നിങ്ങൾ തകർത്ത് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം 3 ക്യാരക്ടേഴ്സ് ഉള്ളൊരു ചെറിയ പടം, എന്നാൽ അത് എടുത്തു വെച്ചിരിക്കുന്നതും അതിന്റെ സൗണ്ട് ഡിസൈൻ അത് പറയാൻ മറന്നുപോയി. ഇതിനകത്ത് അമല പോളുടെ ക്യാരക്ടർ കാണിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടെറൈനിലൂടെ പോകുന്ന കാണിക്കുമ്പോൾ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട്. ഈ വീടിന്റെ അകത്തിരിക്കുന്ന ആള്, ആ ഒരു റെയിൽവേ ക്വാർട്ടേഴ്സ് എന്നല്ല, എന്താ പറയാ, റെയിൽവേ ട്രാക്കിന്റെ ക്വാർട്ടേഴ്സിന്റെ അകത്തിരിക്കുന്ന ആസിഫ് അലിയുടെ സൈഡ് കാണിക്കുന്ന ഒരു സീൻ വരുന്നുണ്ട്. എന്നാൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഒന്നുമല്ല, അത് സ്വിച്ചിങ് ആണ്, സ്ക്രീൻ സ്വിച്ചിങ് ആണ്. അമലപ്പോളെ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഡിസൈനും ആ ഏരിയയും ആസിഫ് അലിനെ കാണിക്കുമ്പോഴേക്കും ഇന്റീരിയറിൽ നിന്ന് അതേ സൗണ്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസം അതൊക്കെ ചെയ്തു വെച്ചേക്കണം. മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയുടെ കിടിലം പടം. ഞാൻ ഇയറിൽ കണ്ടതിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ്
മൂവീസിൽ ഞാൻ ഇതിനെടുത്തിടും. കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്ര പറയാനുള്ളത്. അപ്പോൾ ലെവൽ ക്രോസ് വാസ് വേറെ ലെവൽ ഇൻ മൈ ഒപ്പീനിയൻ.